ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് അടുത്ത 4-ാമത്തെ അധ്യായം പ്രഭാഷണം. സതീദേവി ഡൽഹിയാണ്. നമ്മളുടെ ഭാഗവത കുടുംബത്തില് ഉള്ളതാണ്. ഉപാസനയ്ക്ക് മിക്കവാറും സ്ഥിരമായിട്ടില്ലെങ്കിൽ പോലും എപ്പോഴും ഈ ഭാഗവത കുടുംബവുമായിട്ട് ബന്ധം പുലർത്തുന്ന ആള് തന്നെയാണ്. നമുക്ക് അമ്മേ ഈ വേദിയിലേക്ക് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അൺമ്യൂട്ടാക്കി പറഞ്ഞോളൂ കേട്ടോ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരി ഓം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗണേശായ നമഃ. ശ്രീ സരസ്വത്യൈ നമഃ. സദ്ഗുരുഭ്യോ നമഃ. ആചാര്യനും ഭാഗവത കുടുംബ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗവത പ്രേമികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ആചാര്യന്റെയും സരളാദേവി അമ്മയുടെയും അതുപോലെ ബേബി ജി നായർ അമ്മയുടെയും ഒക്കെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഞാനാണെങ്കിൽ ഇതില് ആദ്യമായിട്ട്, അതായത് പലതവണ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഇങ്ങനെ ഈ സപ്താഹത്തില് പങ്കെടുക്കുകയും ചില പാരായണങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഒരു പ്രഭാഷണത്തിന് പങ്കെടുത്തിട്ടില്ല. ഇതെന്റെ പ്രഥമ സംരംഭമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതില് പല തെറ്റുകളൊക്കെ ഉണ്ടാവും. ഇത്തവണയും ഈ പ്രഭാഷണത്തിന് പേര് വന്നപ്പോൾ ഞാൻ അതൊന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ ആചാര്യന്റെ പ്രോത്സാഹനവും പിന്നെ പറയുന്നത് ഭഗവാന്റെ കഥകളാണല്ലോ എന്നും കരുതിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് മാത്രം. അപ്പൊ അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണമെന്ന് ഞാൻ അതേ പറയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ കഥ സംരംഭത്തിലേക്ക് പ്രവേശിക്കാം. അതായത് ഭാഗവത മഹാത്മ്യത്തിന്റെ ഈ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഇതിന് മുമ്പുള്ള അധ്യായത്തില് നമ്മൾ ചില സന്ദർഭങ്ങളൊക്കെ നമ്മളൊന്ന് ഓർക്കണം. അതായത് ഇതിന് മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ കണ്ടു എന്താണ്, ഈ ഭക്തി ദേവിയുടെ ഒക്കെ ക്ലേശം തീർക്കാനായിട്ട് നാരദര് നടത്തുന്ന ശ്രമങ്ങള്. അത് ഭക്തി ദേവിയൊക്കെ വളരെ ശോഷിച്ച് ദുഃഖാവസ്ഥയിലായിരിക്കുകയാണ്. അത് മക്കളായ ജരാനരകളും ഒക്കെ വളരെ ക്ഷീണിതരും, പിന്നെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ ജരാനര ബാധിച്ച് ദുഃഖിതരൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ഈ ഭക്തിയുടെ വിഷമം തീർക്കാനായിട്ടുള്ള ഉപായങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഈ നാരദര് അനേകം തീർത്ഥങ്ങളൊക്കെ നടന്നു. ഏതെല്ലാം തീർത്ഥങ്ങളിൽ ചെന്ന് അന്വേഷിച്ചിട്ടും അദ്ദേഹത്തിന് ഇതിനൊരു ഉപായം കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു, ഇനി എന്ത് ചെയ്യാം, ബദരി ആശ്രമത്തിൽ ചെന്ന് തപസ് അനുഷ്ഠിക്കാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അതിനായിട്ട് പോവാണ് ബദരി ആശ്രമത്തിലേക്ക്. അങ്ങനെ ബദരി ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് സനകാദി മഹാമുനികളെ കണ്ടുമുട്ടാണ്. ഈ സനകാദി മഹാമുനികളെ കണ്ടുമുട്ടിയ സമയത്ത് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ.
പ്രശ്നം ഉണ്ടായതാണ്. അങ്ങനെ സനകാദി മുനികളെ അവിടെ വെച്ച് കണ്ടുകിട്ടിയ ഈ നാരദ മുനി അവരോട് ചോദിക്കുകയാണ് ഈ ഭക്തിയുടെ ക്ലേശം തീർക്കാനായിട്ടുള്ള മാർഗം എന്താണ്. അതിന് ഉത്തരമായിട്ട് ഈ സനകാദി മുനികള് അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഭാഗവത സപ്താഹ ശ്രവണം, അതായത് ഭാഗവത കഥാശ്രവണം മാത്രമാണ് ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്തു? ഈ നാരദ മഹർഷി സനകാദികളോട് പറഞ്ഞു, എങ്കില് നിങ്ങൾ തന്നെ അതിനുള്ള ഒരു ശ്രമം എനിക്ക് നടത്തി തരണം എന്ന് പറഞ്ഞ് ഈ നാരദരും സനകാദി മഹർഷികളും കൂടി ഹരിദ്വാറിന്റെ സമീപത്ത് ഗംഗാതീരത്തുള്ള പിന്നെ ആനന്ദ്ഘട്ട് എന്ന് പറയുന്ന ഒരു പുണ്യസ്ഥലമുണ്ട്. അവിടേക്ക് പോയി അവിടെ ഒരു ജ്ഞാനയജ്ഞം ആരംഭിച്ചു. ഈ ജ്ഞാനയജ്ഞം കേൾക്കാനായിട്ട് അനേകം മർത്യര്, ദേവന്മാര്, ബ്രഹ്മലോകവാസികളും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ജരാനര ബാധിച്ച തന്റെ പുത്രന്മാരായ ജ്ഞാന വൈരാഗ്യങ്ങളെയും കൂട്ടി വൃദ്ധയായ ഭക്തിദേവിയും ഈ സപ്താഹ ശ്രവണത്തിനായിട്ട് അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ഈ ഭാഗവത കഥ കേൾക്കാൻ തുടങ്ങിയതോടുകൂടി ഭക്തിയുടെ എല്ലാ ക്ലേശങ്ങളും മാറുകയും ആ ഭക്തിക്ക് ഉണർവ് ലഭിക്കുകയും ചെയ്തു. അതുപോലെ ആ ഭക്തിയുടെ മക്കളായ ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് അവരുടെ ജരാനരകളൊക്കെ മാറി യൗവനയുക്തരായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ഈ ഭാഗവതത്തിന്റെ, ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ 4-ാം അധ്യായത്തില് ഈ സൂതൻ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്ത്? സപ്താഹ ശ്രവണത്തിനായിട്ട് അവിടെ വന്നിരിക്കുന്ന വൈഷ്ണവരുടെ ഒക്കെ ഉള്ളിലെ ഈ ഭക്തി വന്ന് നിറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ അത്യന്തം സന്തുഷ്ടനായി. എന്ന് വെച്ചാൽ സദസ്സിലുള്ള എല്ലാവരെയും ഭക്തി പാരവശ്യം കണ്ടിട്ട് ഭക്തവത്സലനായ വിഷ്ണു ഭഗവാൻ തന്റെ വിഷ്ണുലോകം ഉപേക്ഷിച്ചിട്ട് ആ സപ്താഹ സ്ഥലത്തേക്ക് എഴുന്നള്ളി. എന്ന് വെച്ചാൽ ഓരോ ഭക്തരുടെയും ഹൃദയത്തില് ഭഗവാൻ പ്രവേശിച്ചു എന്നർത്ഥം. അങ്ങനെ എഴുന്നള്ളിയ ആ ഭഗവാന്റെ മനോഹരമായ രൂപത്തെയാണ് ഇനി നമുക്ക് വർണ്ണിക്കേണ്ടത്. അപ്പൊ ഈ സാക്ഷാൽ ഭഗവാന്റെ മനോഹരമായ രൂപത്തെ പല ആളുകളും പല രീതിയിലും വർണ്ണിച്ചതായിട്ട് നിങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ നമുക്കൊക്കെ ഏറ്റവും സുപരിചിതമായിട്ടുള്ളത് സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയത്തിലെ ദശകം 2 പറയുന്ന ആ സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലകം ശിവാലാന്തരം എന്നൊക്കെ തുടങ്ങുന്ന ആ ശ്ലോകമാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ ചെറുതായിട്ടൊന്ന് വർണ്ണിക്കുകയാണ്. എന്താണ്? സൂര്യനേക്കാളും ശോഭേറിയ തിളങ്ങുന്ന കിരീടം അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഗോപിക്കുറി കൊണ്ട് തിളങ്ങുന്ന നെറ്റിത്തടം, പിന്നെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആർദ്രമായ കണ്ണുകള്, മനസ്സിനെ ആർദ്രമാക്കുന്ന അല്ലെങ്കിൽ കുളിർമ നൽകുന്ന മനോഹരമായ ഭഗവാന്റെ പുഞ്ചിരി, പിന്നെ അദ്ദേഹത്തിന്റെ മനോഹരമായ നാസിക, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കവചകുണ്ടലങ്ങൾ, ആ കവചകുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന ഭഗവാന്റെ കവിൾത്തടങ്ങൾ, പിന്നെ ഭഗവാന്റെ കണ്ഠത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭരത്നം, കഴുത്തു മുതല് പാദം വരെ നീണ്ടു കിടക്കുന്ന വനമാല, അതുകൂടാതെ അനേകം മാലകള്, മുത്തുമാലകള്, പിന്നെ മാറിലെ ശ്രീവത്സം, അതായത് പൃഥു മഹർഷിയുടെ ചവിട്ടേറ്റിട്ടുണ്ടായ ആ ശ്രീവത്സം എന്ന മറുക്, ഇങ്ങനെ കയ്യില് കങ്കണം, കേയൂരം, ഘടകവളകള്, പിന്നെ വിരലുകളിലൊക്കെ നല്ല മനോഹരമായ വില കൂടിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങളുള്ള
4 തൃക്കൈകൾ, ആ തൃക്കൈകളിലൊക്കെ ശംഖ്, പത്മം, ഗദ എന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ദേഹമാസകലം എന്താണ്? ഹരിചന്ദനം പൂശിയിരിക്കുകയാണ്. നല്ലൊരു സുഗന്ധം വാരി വിതറുന്ന ഹരിചന്ദനം പൂശിയ ഭഗവാന്റെ ആ മനോഹരമായ ശരീരം. അതുപോലെ അദ്ദേഹം അരയില് വളരെ മനോഹരമായ ഒരു മഞ്ഞപ്പട്ട് പീതാംബരം ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പീതാംബരം ഉത്തരീയമായിട്ടും അണിഞ്ഞിട്ടുണ്ട്. ആ പീതാംബരത്തിന് മുകളില് വളരെ മനോഹരമായ തിളങ്ങുന്ന ഒരു അരഞ്ഞാണം, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു അരഞ്ഞാണം. പിന്നെ കൈകളിലോ വളരെ എല്ലാ ഭക്തജനങ്ങളെയും, അതായത് എല്ലാവരെയും ആനന്ദസാഗരത്തിൽ ആറാടിപ്പിക്കുന്ന ആ മുരളീരവം പുറപ്പെടിരിക്കുന്ന ആ ഓടക്കുഴല്. ഇങ്ങനെയൊക്കെയുള്ള രൂപത്തോടു കൂടിയ ഭഗവാനാണ് എന്ത് ചെയ്ത് വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ട് ആ ഭക്തരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഈ തന്റെ വൈകുണ്ഠം ഉപേക്ഷിച്ച് ഭക്തരുടെ ഹൃദയത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാല്, അവിടെ ഈ കൂടിയിരിക്കുന്ന ഭക്തര് അവരുടെ മനസ്സുകളിലൊന്നും കാമക്രോധങ്ങളില്ലാത്തതും ഭഗവാനെ ഇരിക്കാൻ തക്ക നൈർമല്യം ഉള്ളതുമായ മനസ്സായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ തന്റെ വൈകുണ്ഠലോകം വെടിഞ്ഞിട്ട് ആ സപ്താഹവേദിയിലേക്ക് വന്നത്. ഭഗവാൻ അപ്പൊ ചോദിക്കും, എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞിരിക്കുകയല്ലേ, അപ്പൊ ഇങ്ങനെ സർവ്വവ്യാപിയായ ഭഗവാൻ വൈകുണ്ഠം വെടിഞ്ഞ് ഭക്തഹൃദയങ്ങളിലേക്ക് വന്നു എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാല്, ഈ ഭഗവാന്റെ ഭക്തഹൃദയങ്ങളിൽ വന്നിരുന്നത് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഭക്തഹൃദയങ്ങളുടെ പരിശുദ്ധി കാണിക്കാനാണ്. ഭഗവാന്റെ ഭക്തരുടെ ഹൃദയം എത്രത്തോളം നിർമ്മലമാണ്, അല്ലെങ്കിൽ എത്രമാത്രം പരിശുദ്ധമാണ് എന്ന് കാണിക്കാനും, അതുപോലെ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ കാണിക്കാനുമാണ് ഭഗവാന്റെ സ്വന്തം ലോകമായ വൈകുണ്ഠം വെടിഞ്ഞ് ഭക്തഹൃദയങ്ങളുടെ മനസ്സിലേക്ക് എഴുന്നള്ളി, അല്ലെങ്കിൽ സപ്താഹ സ്ഥലത്തേക്ക് എഴുന്നള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭഗവാൻ വൈകുണ്ഠലോകം വെടിഞ്ഞ് സപ്താഹവേദിയിലേക്ക് വന്നിരുന്ന സമയത്ത് ഭഗവാന്റെ പാർഷദന്മാരായ ഉദ്ധവര് തുടങ്ങിയ വൈകുണ്ഠവാസികളും ഭക്തന്മാരും ഒക്കെ ഗൂഢരൂഢികളായിട്ട്, അതായത് ആർക്കും കാണാൻ പറ്റാത്ത രീതിയില് ആ സപ്താഹവേദിയില് സന്നിഹിതരായി. അങ്ങനെ ആ ഭക്തിരസത്തിന് അലൗകികമായ ഒരു പുഷ്ടി നൽകുന്ന രീതിയില് ജയ ജയ ശബ്ദം അവിടെയൊക്കെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളും അതുപോലെ നല്ല സുഗന്ധമുള്ള പൊടികള്, ചൂർണങ്ങളും ഒക്കെ മാമകളിൽ നിന്ന് വർഷിക്കാൻ തുടങ്ങി. പിന്നെ ശംഖനാദം എന്നും തുടങ്ങുന്ന ശംഖനാദം ഉണ്ടായി. ആ സഭയിൽ കൂടിയ എല്ലാവരും തന്നെ സ്വന്തം ഗൃഹം, അതുപോലെ ദേഹം, ആത്മാവ് തുടങ്ങിയ സർവ്വതിനെയും മറന്നാണ് അവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് നാരദമുനി പറയുകയാണ്, അല്ലയോ മുനീശ്വരന്മാരെ, ഈ സപ്താഹത്തിൽ നിന്നുണ്ടായതായി ഞാൻ കണ്ട ഈ മഹിമ വളരെ അലൗകികം തന്നെയാണ്. മൂഢരും അതുപോലെ ഷഠരും ഒക്കെ ആയ മനുഷ്യര് മാത്രമല്ല, പക്ഷി മൃഗാദികൾ പോലും എന്താണ് പാപവിമുക്തരായിട്ട് തീർന്നിട്ടുണ്ട് ഈ സപ്താഹ ശ്രവണം കാരണം. ഇവിടെ കൂടിയ എല്ലാവരും പാപസമ്പർക്കമില്ലാതെ പരിശുദ്ധന്മാരായിട്ട് പ്രകാശിക്കുകയാണ് എന്ന് നാരദര് പറയാണ്. അപ്പൊ കലിയുഗത്തില് മനഃശുദ്ധി നേടുന്നതിനും അതുപോലെ പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നതിനും ഈ ഭാഗവത കഥയ്ക്ക് സമാനമായിട്ട് മറ്റൊന്ന് ഈ ലോകത്തില് ഇല്ല എന്ന് എനിക്കിപ്പോ ഉറപ്പായിരിക്കുന്നു എന്ന് നാരദര് സനകാദികളോട് പറയാണ്. എന്നിട്ട് നാരദൻ മുനീശ്വരന്മാരോട് പറയാണ്, ഈ യജ്ഞം കൊണ്ട് ആരെല്ലാമാണ് വിശുദ്ധരായിട്ട് തീരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് വിശുദ്ധിയെ പ്രാപിക്കുന്നത് എന്ന് എനിക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ എന്ന് സനകാദികളോട് ചോദിക്കും. അതിന് ഉത്തരമായിട്ട് സനകാദികൾ പറയുന്നുണ്ട്, എന്ത് പാപകർമ്മങ്ങൾ ചെയ്യുന്നവര്, തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവര്, ക്രോധശീലര്, അതുപോലെ കുടില ബുദ്ധിയുള്ളവര്,
കാമാസക്തര് തുടങ്ങിയവരെല്ലാം സപ്താഹ ശ്രവണം കൊണ്ട് ശുദ്ധരായിട്ട് തീരും. എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്ത് പാപം ചെയ്താലും, കൊടിയ പാപമൊക്കെ ചെയ്തിട്ട് ഒരു സപ്താഹ വേദിയിൽ പോയിരുന്ന സപ്താഹം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പാപങ്ങളൊക്കെ ഇല്ലാതെയാവും എന്ന് വിചാരിച്ചിട്ട് ആർക്കും എന്തും പാപം ചെയ്യാം എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. സത്യം വെടിഞ്ഞ് അതുപോലെ സത്യം വെടിഞ്ഞ് ജീവിക്കുന്നവര്, സ്വന്തം മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നവര്, അതുപോലെ ദുർമോഹികള്, ആശ്രമധർമ്മം വെടിഞ്ഞവര്, മതമാത്സര്യം, വഞ്ചന, ഹിംസ എന്നിവയൊക്കെ കൊണ്ട് ദുഷിച്ച ആളുകൾ, ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ സപ്താഹ ശ്രവണം കൊണ്ട് പരിശുദ്ധരായി തീരും എന്ന് സനകാദികള് നാരദർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട്, പശുഹത്യ, ബ്രഹ്മഹത്യ, മദ്യപാനം എന്നിങ്ങനെയുള്ള പഞ്ചമഹാപാപങ്ങൾ ചെയ്യുന്നവരും, അതുപോലെ ചതി, വഞ്ചന എന്ന് നടത്തുന്നവരും, അസത്യം മാത്രം പറയുന്നവര്, അതുപോലെ ക്രൂരമായ മനസ്സുള്ള ആളുകള്, പിന്നെ ബ്രാഹ്മണരുടെ ധനം മോഷ്ടിച്ച് ജീവിക്കുന്നവര്, വ്യഭിചാരം തൊഴിലാക്കിയവര്, മറ്റു പ്രാണികളോട് ഒരിക്കലും ദയ കാണിക്കാത്തവര്, ഇങ്ങനെയുള്ളവരൊക്കെ എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും കലിയുഗത്തില് ഈ ഭാഗവത ശ്രവണം കൊണ്ട് പരിശുദ്ധരായി തീരും എന്ന് സനകാദികൾ നാരദർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഈ സപ്താഹ ശ്രവണം കൊണ്ട് പാപം നശിച്ചു പോകും എന്നതിന് ഉദാഹരണമായിട്ട് അതിനെ ബോധിപ്പിക്കുന്ന ഒരു കഥ ഞങ്ങൾ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സനകാദികള് ഒരു കഥ പറയാണ്. അതായത് ദക്ഷിണദേശത്ത് സുപ്രസിദ്ധമായ തുംഗഭദ്ര നദിയുടെ തീരത്ത് ഒരു ഉത്തമമായ ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു നല്ല ഗ്രാമം എന്ന് വെച്ചാല് അവിടെയുള്ള ജനങ്ങളൊക്കെ വളരെ ശുദ്ധരാണ്. അവര് നല്ല വർണ്ണാശ്രമ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരും, എപ്പോഴും സത്യം മാത്രം പറയുകയും അതുപോലെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരും ഒക്കെ ഉള്ള ആളുകളായിരുന്നു അത് ആ ഗ്രാമത്തിലുണ്ടായിരുന്നത്. ആ ഗ്രാമത്തിൽ ആത്മദേവൻ എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഈ ആത്മദേവൻ എങ്ങനെയുള്ള ആളാന്ന് വെച്ചാൽ അദ്ദേഹം മഹാജ്ഞാനിയാണ്. എല്ലാ വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള, അതുപോലെ സ്മൃതികളിലും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്രാവീണ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രാവീണ്യം കണ്ടിട്ട് അദ്ദേഹം മറ്റൊരു സൂര്യനാണോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ആത്മദേവൻ നല്ല ജ്ഞാനിയും ഒക്കെ ആണ്. പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹം എന്താണ്, നല്ല ഭഗവാൻ സമ്പന്നനുമാണ്. പക്ഷെ സമ്പന്നനായിരുന്നിട്ടും കൂടി അദ്ദേഹം ഒരു ഭിക്ഷുവിന്റെ പോലെയുള്ള ജീവിതമാണ് നയിച്ചത്. പക്ഷെ ഭിക്ഷുവിന്റെ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ജീവിതം, ഒന്നിനോടും അങ്ങനെ അത്യാർത്ഥിയില്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആത്മദേവൻ നയിച്ചിരുന്നത്. ഈ ആത്മദേവന്റെ പത്നിയുടെ പേരായിരുന്നു ദുന്ദുലി. ഈ ദുന്ദുലി എന്ന് പറഞ്ഞ അതീവ സുന്ദരിയാണ്, എന്നാ നല്ല കുലത്തിന് പിറന്നവളാണ്, അത് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ദുന്ദുലിക്ക് വേറെ ചില അയോഗ്യതകളുണ്ട്. അതായത് അവര് എപ്പോഴും എന്താണ്, വാശി പിടിക്കും. സ്വന്തം കാര്യം മാത്രം നടക്കണം, ഞാൻ വിചാരിച്ച കാര്യം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ആളായിരുന്നു ഈ ദുന്ദുലി. അതുപോലെ കലഹപ്രിയൻ, മറ്റുള്ളവരോട് ഏത് നേരം എന്തിനും ഏതിനും ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹം നടത്തുന്നവളാണ് ദുന്ദുലി. അതുപോലെ പിന്നെ എന്താണ്, ക്രൂര സ്വഭാവം, ആരോടും ഒരു അതേ ഇല്ലാത്ത ക്രൂരമായ സ്വഭാവമുള്ള സ്ത്രീയാണ്. പിന്നെയോ വേറെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയണ്ട, ഈ നാട്ടുവർത്തമാനം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഓരോരുത്തരുടെ കുറ്റം മറ്റു വീട്ടിൽ ചെന്ന് പറയുകയും അവരുടെ കുറ്റങ്ങൾ ഇവിടെ വന്ന് പറയുകയും, ഇങ്ങനെ ഈ പരദൂഷണം പറയുന്നതില് അത്യധികം താല്പര്യമുള്ള സ്ത്രീയും കൂടിയായിരുന്നു ഈ ദുന്ദുലി. പിന്നെ അതുപോലെ എന്താണ്, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പുലമ്പിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. ഗൃഹകാര്യങ്ങള് നോക്കുന്നതിലൊക്കെ സമർത്ഥയായിരുന്നു. പക്ഷെ എന്നാലോ
ഈ അതിഥി സൽക്കാരത്തിലൊന്നും പുള്ളിക്കാരിക്ക് ഒട്ടും താല്പര്യമില്ല. അതായത് അതിഥി സൽക്കാരം എന്ന് പറഞ്ഞപ്പോ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ചില ആതിഥ്യ മര്യാദകളൊക്കെ നടത്തൂലേ? ഒരു ഉച്ചരി ഇരിക്കൂ എന്നൊക്കെ പറയും. നമ്മളവരെ ഇരുത്തും. എന്നിട്ട് നമ്മളവര് എങ്ങനെയാണ് നല്ല ചൂടൊക്കെയുള്ള സമയത്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ആദ്യം വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ ഏത് സമയത്താ ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾക്കുള്ള ഭക്ഷണത്തിന്റെ ഒരു പങ്ക് അവർക്ക് കൊടുത്ത് ഒരു ഭക്ഷണം കഴിക്കാം. നമ്മൾ ക്ഷണിക്കും. ഇപ്പോ ചായ കുടിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ആതിഥ്യ മര്യാദകള് ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ആര്? ഗുന്ദുലി. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള സ്ത്രീ ആയിരുന്നു എങ്കിൽ പോലും ഭർത്താവായ ആത്മദേവനുമായിട്ട് നല്ല സ്നേഹത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ പറഞ്ഞാൽ നമുക്കറിയാം, പല ദോഷങ്ങളും ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ സഹിച്ച് ഭർത്താവിന് ദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ സഹിച്ച് ഭാര്യയൊക്കെ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കാന്ന് പറയില്ലേ? അതേപോലെ ആത്മദേവനും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെയുള്ള ഭാര്യ ആയിരുന്നെങ്കിൽ പോലും കുന്തിരിയെ വളരെയധികം സ്നേഹിച്ച് വളരെ സ്നേഹത്തോടു കൂടി കഴിയാണ്. അപ്പൊ ഇങ്ങനെ ഈ സ്നേഹത്തോടു കൂടി കഴിയുന്ന കുന്തിരിക്കും ആത്മദേവനും പക്ഷെ സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സമ്പന്നരൊക്കെയാണ്, പക്ഷെ അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവര് കുറെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു പറയുന്നത്, നല്ല ഈ ധാർമ്മിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. കാരണം കുറച്ച് നല്ല ധാർമ്മിക കാര്യങ്ങളൊക്കെ ചെയ്താലെങ്കിലും അവര് സന്തതി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ആത്മദേവനെ എന്ത് ചെയ്തു? നല്ല സമ്പന്നനായിരുന്നു എന്ന് പറയല്ലേ, അദ്ദേഹത്തിന്റെ സമ്പത്തില് കുറെ സ്വർണവും വസ്ത്രവും അതുപോലെ ധാരാളം പശുക്കളെ ഒക്കെ ഇങ്ങനെ ദാനം ചെയ്തു. പലർക്കുമായിട്ട് ദാനം ചെയ്തു. അപ്പൊ ദാനാണ് ഏറ്റവും നല്ല കർമ്മം എന്നല്ലേ പറയാറ്. അപ്പൊ ഇങ്ങനെ ദാനം ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന സമ്പത്തിന്റെ പകുതി ഭാഗവും ഇങ്ങനെ അദ്ദേഹം ദാനകർമ്മത്തിനായിട്ട് ചെലവഴിച്ചു. പക്ഷെ എന്നിട്ടും അവർക്ക് എന്തുണ്ടായില്ല? ഒരു സന്തതി ഉണ്ടായില്ല. അങ്ങനെ ഈ ദുഃഖിതനായ ആത്മദേവൻ ഒരു ദിവസം എന്ത് ചെയ്തു? വീട് വിട്ട് പോവാണ്. വീട് വിട്ട് അടുത്തുള്ള വനത്തിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ നടന്ന് ഉച്ചയാവാറായപ്പോ അദ്ദേഹത്തിന് വല്ലാതെ ദാഹം കൂടി. അങ്ങനെ അടുത്ത് കണ്ട ഒരു തടാകത്തിൽ ഇറങ്ങി അദ്ദേഹം നന്നായിട്ട് ജലമൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് സന്തതി ഉണ്ടാവാത്തതിന്റെ വിഷമത്തെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഒരു സന്യാസി ശ്രേഷ്ഠൻ വന്നതായിട്ട് ആത്മദേവൻ കണ്ടു. അപ്പൊ ആ സന്യാസി ശ്രേഷ്ഠൻ ആരാണോ, എവിടുന്നാ വരുന്നതെന്നോ ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ആ സന്യാസി ശ്രേഷ്ഠൻ എന്ത് ചെയ്തു? ആ തടാകത്തിൽ ഇറങ്ങി കുറച്ച് ജലമൊക്കെ കുടിച്ച് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ഇരുന്ന് ഇങ്ങനെ വിശ്രമിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ആത്മദേവൻ എഴുന്നേറ്റ് ആ സന്യാസി വര്യന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കൈകൾ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് അങ്ങനെ പൊട്ടി കരയാൻ തുടങ്ങി. ഇത് കണ്ട് ആ സന്യാസി ശ്രേഷ്ഠൻ ഈ ബ്രാഹ്മണനോട് ചോദിക്കുക, ആത്മദേവനോട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്താ നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം? ഇത് കേട്ടിട്ട് ആത്മദേവൻ പറഞ്ഞു, എന്താണ് എനിക്ക് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം എന്നോട് പറഞ്ഞാൽ ഞാൻ പറ്റുമെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ശ്രമിക്കാം എന്ന് സന്യാസി ആത്മദേവനോട് പറഞ്ഞു. അങ്ങനെ ആത്മദേവൻ പറയുകയാണ്, ഞാന് ഒരു പുത്രൻ ഇല്ലാത്തത് കാരണം അത്യധികം ദുഃഖിതനാണ്. ഞാൻ പൂർവ്വജന്മത്തില് ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. ഞാൻ പൂർവ്വജന്മത്തിലെ പാപമാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതുവരെ ഒരു സന്തതി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാന് എന്റെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുമ്പോ അവരും അത് സന്തോഷത്തോടു കൂടിയല്ല സ്വീകരിക്കുന്നത്. അവരും ആത്മദേവന്റെ കാലം കഴിഞ്ഞാൽ തനിക്ക് തർപ്പണം ചെയ്യാൻ ഒരു സന്തതി പരമ്പര ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിലെ കണ്ണുനീര് വാർത്ത് തടുത്തുകൊണ്ടാണ് അവരുടെ തർപ്പണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ദേവന്മാർക്കും ഋഷിമാർക്കും ഒക്കെ പിതൃക്കൾക്കും ഒക്കെ ചെയ്യുന്ന സമർപ്പിക്കുന്നതിനൊന്നും അവര് സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? എനിക്ക് സന്തതിയില്ല.
അങ്ങനെ ഈ സന്തതിയില്ലാത്ത ഈ പുത്രദുഃഖത്താല് ഞാന് പിന്നെ വളരെയധികം വിഷമിക്കുകയാണ്. എന്റെ മനസ്സ് ശൂന്യമാണ്. അതിനാൽ എന്റെ ജീവത്യാഗം ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. അത്രയ്ക്കും വിഷമത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഈ ബ്രാഹ്മണൻ സന്യാസിവര്യനോട് പറഞ്ഞു. അപ്പൊ ഈ സന്താനങ്ങളില്ലാത്തവന്റെ ഗൃഹം, സമ്പത്ത്, കുടുംബം എല്ലാം നിന്ദ്യമാണ് എന്നാണ് അപ്പുദേവൻ പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാന് ഏതൊരു പശുവിനെ വളർത്തിയാലും അത് മച്ചിയായിരിക്കും, അതിനും കുട്ടികളുണ്ടാവില്ല. എന്റെ ഭാര്യയ്ക്ക് കുട്ടികളുണ്ടാവാത്ത അതേപോലെ തന്നെ ഞാനൊരു പശുവിനെ വളർത്തിയ അതും മച്ചിയായിട്ട് പോകും. അതുപോലെ ഞാൻ നടുന്ന എന്ത് വൃക്ഷങ്ങള് ഒന്നും ഫലം തരില്ല, അതിലൊന്നിലും കായ ഉണ്ടാവില്ല. എന്ത് ഫലവൃക്ഷങ്ങൾ ഞാൻ നട്ടാലും അതിലും ഒരു കായ ഉണ്ടാവില്ല. ഇനി എന്റെ വീട്ടിലേക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഫലപുഷ്പാദികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വേഗത്തില് സൃഷ്ടിച്ച് പോകും. അത്രമേല് ഭാഗ്യഹീനനാണ് ഞാന്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഇപ്പൊ എന്താ ഫലമുള്ളത് എന്നിങ്ങനെ ആത്മദേവൻ പറയുകയാണ് സന്യാസിവര്യനോട്. അങ്ങനെ ഈ സന്യാസിവര്യൻ, അദ്ദേഹം നല്ല യോഗ്യയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ബ്രാഹ്മണന്റെ തലയിലെഴുത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന് ശ്രേഷ്ഠനായ യോഗ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് അതായത് ആ സന്യാസി ശ്രേഷ്ഠ അത്രത്തോളം യോഗപ്രഭാവമുള്ള ആളാണെന്ന് അർത്ഥം. അങ്ങനെ ബ്രാഹ്മണന് സന്യാസി വര്യൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ കുറെ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് പുത്രൻ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന്റെ തലയിലെഴുത്ത് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുറെ ഉപദേശങ്ങൾ നൽകി. പുത്രൻ വേണം എന്നിങ്ങനെ അങ്ങേക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? അങ്ങയുടെ ഈ അജ്ഞാനം കൊണ്ടാണ്. അങ്ങേക്ക് ഒരിക്കലും ഈ സന്താന യോഗം വിധിച്ചിട്ടില്ല. അതുകൊണ്ട് ബ്രാഹ്മണ, ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കൂ. അങ്ങേക്ക് ഈ 7 ജന്മത്തില് മക്കള് ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. അതായത് 7 ജന്മത്തിൽ ഇപ്പൊ ഇനി കഴിഞ്ഞ 7 ജന്മം ഉണ്ടായാൽ പോലും അങ്ങേക്ക് മക്കൾ ഉണ്ടാവാനുള്ള യോഗമില്ല. അപ്പൊ അങ്ങനെയുള്ള അങ്ങ് ഒരു സന്തതിക്ക് വേണ്ടിയിട്ട് ഇത്രയും ആഗ്രഹിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ ഇനിയിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു സന്തതി ഉണ്ടായാൽ തന്നെ പിന്നെ സന്താനങ്ങൾ കാരണം ഒരുപാട് ദുഃഖം അനുഭവിക്കാനുള്ള ഇടയാതെ അങ്ങോട്ട് വരും. അപ്പോ അതിന് ഉദാഹരണമായിട്ട് ഈ ശ്രേഷ്ഠൻ സകരന്റെയും അതുപോലെ അങ്കന്റെയും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അങ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം, വിശദമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പിന്നെ അങ്കന്റെ കഥ, അതായത് നമ്മളെ ഭാഗവതത്തില് 9ാം സ്കന്ധത്തിലാണ് പഠിക്കുന്നത്. സകരന്റേതാണോ ചതുർത്ഥ സ്കന്ധത്തില് എങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് അങ്കനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പിന്നെ രാജർഷിയായ അങ്കന് എന്താണ്, പൂർവ്വജന്മത്തിന്റെ ഈ കർമ്മത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ ഇതുപോലെ പുത്രന്മാരുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തി. അങ്ങനെ പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്തു, ആ യാഗാഗ്നിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച നല്ല ദിവ്യ വസ്ത്രധാരിയായ ഒരാള്, ഒരു പുരുഷൻ, ഒരു സ്വർണ്ണപാത്രവും കയ്യിൽ ഏന്തിയിട്ട് ആ യാഗാഗ്നിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നു. എന്നിട്ട് ആ പായസം രാജാവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്തു, ഇത് അങ്ങയുടെ അങ്ങേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കൂ, ഇത് ഭക്ഷിച്ചാല് അങ്ങേക്ക് പുത്രന്മാരുണ്ടാവും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ആ പായസം സ്വീകരിച്ചുകൊണ്ട് അംഗരാജാവ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഭാര്യ അങ്ങനെ ഗർഭിണിയായി. അങ്ങനെ സമയമായപ്പോ ഭാര്യ പ്രസവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ പുത്രൻ വളർന്നു വന്നപ്പോൾ മഹാദുഷ്ടനായിട്ടാണ് തീർന്നത്. ഒരു നല്ല ശീലവും ആ കുട്ടിയിൽ ഉണ്ടായില്ല. അങ്ങനെ ബാല്യത്തില്, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ അധർമ്മമാണ് ആ കുട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്.
നിരപരാധികളായ ഈ നാട്ടുമൃഗങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് വന്യമൃഗങ്ങളെ കൊല്ലുന്നത് പോലെയൊക്കെ കൊന്നൊടുക്കും. പിന്നെ അതുപോലെ തന്റെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോയിട്ട് കൊല്ല. ഇങ്ങനെ രാജാവ് എത്ര പറഞ്ഞിട്ടും ഈ ദുഷ്പ്രവൃത്തിയൊന്നും വേനം നിർത്തിയില്ല. തന്റെ മകനെ നിയന്ത്രിക്കാൻ അംഗരാജാവിന് സാധിച്ചതുമില്ല. അവസാനം അംഗരാജാവ് വിചാരിക്കുകയാണ്, ഈ ഗൃഹസ്ഥന്മാരുടെ ഒക്കെ ഇടയിലേ ദുഷ്ടനായ പുത്രൻ ഉണ്ടാകുന്നതിനെക്കാട്ടിലും നല്ലത് സന്താനങ്ങള് ഇല്ലാതെ ഇരിക്കുന്നതാണ്. അതായത് സന്താനങ്ങൾ ഇല്ലാത്തവരാണ് ഭാഗ്യവാന്മാര്. ഇനി സന്താനങ്ങൾ ഉണ്ടായിട്ട് അത് ഇതുപോലെയൊക്കെ ദുഷ്ടന്മാരായി തീർന്നിട്ട് പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കണേ എന്നിങ്ങനെ അദ്ദേഹം വിഷമിച്ചു. അപ്പൊ പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ദുഷ്ടരായ പുത്രന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ വേറൊരു ഇതുണ്ട്, നമുക്ക് എന്താണ് ഈ ജീവിതത്തിനോടുള്ള ആസക്തി പെട്ടെന്ന് അവസാനിച്ചു കിട്ടും. കാരണം മക്കള് നമ്മൾ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, വളരെ പിന്നെ ദോഷമായ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ പ്രജകളും ഒക്കെ വന്നിട്ട് അങ്കനോട് ഇങ്ങനെ ഇന്നും കുറ്റങ്ങൾ പിന്നെ മകന്റെ കുറ്റങ്ങളൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിന് അത്യധികം ദുഃഖം ഉണ്ടാവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു സൽപുത്രൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ദുഷ്പുത്രന്മാരുണ്ടാവാതെ ഇരിക്കുന്നതാണ് ഭേദം. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദുഷ്ടപുത്രന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിനോടുള്ള ആസക്തി പെട്ടെന്ന് തീർന്നു കിട്ടും. അതായത് നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വൈരാഗ്യം വരും. അതായത് എല്ലാ ഇതൊക്കെ മാറ്റിയിട്ട് ഭഗവാനോട് പെട്ടെന്ന് കൂടുതൽ അടുക്കാൻ നമുക്ക് ദുഷ്ടപുത്രന്മാരുള്ളവർക്ക് സാധിക്കും. എന്നാൽ സൽപുത്രന്മാരുള്ളവർക്ക് ഇത് സാധിക്കുമോ? ഇല്ല. അവർക്ക് ഇങ്ങനെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് നല്ല ജോലി കിട്ടണം, അവരുടെ മക്കളെ വലുതായി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിപ്പിക്കണം, അവർക്ക് മക്കളുണ്ടാകുമ്പോൾ അവരുടെ കുട്ടികളെ നോക്കണം. ഇങ്ങനെ ആശ കൂടി 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 വന്ന ജീവിതത്തിനോടുള്ള ആസക്തി അവരിൽ ഒട്ടും കുറയണില്ല നല്ല പുത്രന്മാരാണെങ്കിൽ. അതാണ് പറയണത്, നല്ല പുത്രന്മാരുള്ളവർക്ക് പെട്ടെന്ന് വൈരാഗ്യം വരാൻ സാധിക്കില്ല. എന്നാല് ദുഷ്ടപുത്രന്മാരുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ജീവിതത്തില് വൈരാഗ്യം തോന്നും എന്ന് പറയാണ്. അപ്പൊ ഈ അവസാനം അംഗരാജാവ് എന്ത് ചെയ്തു, തന്റെ പുത്രന്റെ ചെയ്തികളൊക്കെ സഹിക്ക വയ്യാതെയായി അദ്ദേഹം കൊട്ടാരം വിട്ട് വനത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയാണ്. അപ്പൊ ഇതാണ് ഒരു ഉദാഹരണമായിട്ട് സന്യാസി ആത്മദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആക്ച്വലി പുത്രന്മാരുണ്ടാവാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ പുത്രൻ വേണം എന്ന് ശാഠ്യം പിടിച്ച് യാഗം നടത്തി ഒരു പുത്രൻ ഉണ്ടായി. പക്ഷെ ഉണ്ടായ പുത്രനാണെങ്കിലോ ദുഷ്ടപുത്രനുമായി. അവസാനം ആ പുത്രനെ കൊണ്ട് തന്നെ രാജാവിന് ഒരുപാട് ദുഃഖവും അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയും. അതേപോലെ തന്നെയാണ് എന്ത് ഈ സകരന്മാരുടെ കഥ പറയാണ്. അതായത് സകരൻ എന്ന് പറഞ്ഞ ഈ സകര രാജാവ്, അതായത് നവമസ്കന്ധത്തില് പറയുന്ന ഈ സകരന്റെ ചരിത്രം. അപ്പൊ ചരിത്രം വിസ്തരിക്കണ്ട കേട്ടോ, ഇതിലെ അധ്യായത്തിലെ പറഞ്ഞു പോയാൽ മതി, നമുക്ക് സമയം. സകര രാജാവ് പുത്രന്മാരുണ്ടായിരുന്നില്ല. അദ്ദേഹവും ഇതുപോലെ യാഗമൊക്കെ നടത്തി പുത്രന്മാരുണ്ടായി. ആ പുത്രന്മാരെ കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം വിഷമം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പൊ ഈ സകരന്റെയും അങ്കന്റെയും ഒക്കെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്തിനാണ് അങ്ങ് ഒരു മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്രയധികം ആഗ്രഹിക്കുന്നത് എന്ന് ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്. അപ്പൊ പക്ഷെ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ആ ബ്രാഹ്മണന് അതൊന്നും, ഈ സന്യാസി വര്യം പറഞ്ഞതൊന്നും അദ്ദേഹത്തിന് ചെവിയിൽ പോയില്ല. അദ്ദേഹം പിന്നെ എങ്ങനെയെങ്കിലും എനിക്കൊരു പുത്രൻ വേണമെന്ന് വാശി പിടിച്ചു. അതിനുള്ള ഒരു വഴി എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു, ഈ സന്യാസി വര്യൻ അദ്ദേഹത്തിന് ഒരു പഴം നൽകി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്ത് ചെയ്യൂ, വീട്ടിൽ പോയിട്ട് ഈ പഴം അങ്ങയുടെ പത്നിക്ക് നൽകൂ. ഈ പഴം ഭുജിച്ചാൽ തീർച്ചയായിട്ടും അങ്ങേക്ക് സന്തതി ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ ചില കാര്യങ്ങളും കൂടി പറഞ്ഞു. എന്ത് പറഞ്ഞു, പിന്നെ അങ്ങയോട് സൽപുത്രന്മാരുണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം, നല്ല പിന്നെ സത്യനിഷ്ഠ, അതുപോലെ ശുചിത്വം, ദാനശീലം ഇതൊക്കെ പാലിക്കണം. അതുപോലെ ഒരു നേരം മാത്രം ഭക്ഷണം ഭുജിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കും വേണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങേക്ക് ഒരു സൽപുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സന്യാസി കൊടുത്ത പഴവുമായിട്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠ സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. ആ പഴം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഭാര്യയായ കുന്തിനിക്ക് നൽകിയിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു.
ഈ പഴം കിട്ടിക്കഴിഞ്ഞപ്പോ ദുന്ദലിക്കാണെങ്കിലോ മക്കളുണ്ടാവണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവളുടെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇതോരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഞാനിപ്പോ ഈ പഴം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഗർഭിണിയാവും. അപ്പൊ ഈ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ എനിക്ക് കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്റെ വയറിന് വലുതാവും. പിന്നെ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ ഞാൻ ശക്തിയില്ലാത്തവളാവും. അങ്ങനെ പല കള്ളന്മാരും വീട്ടിൽ വരികയാണെങ്കിൽ ഈ വയറും വെച്ചിട്ട് ഞാൻ എങ്ങനെയാ ഓടി രക്ഷപ്പെടുക. അങ്ങനെ ഇനിയിപ്പോ നേരെ വർദ്ധിച്ചു ഒരു ദിവ്യ ഗർഭല്ലേ, സന്യാസി എന്നുള്ള പണം കഴിച്ചിട്ടുണ്ടാവുന്ന ദിവ്യ ഗർഭമാണല്ലോ. അപ്പൊ അത് ഈ ശുഗനെ പോലെ 16 വർഷം ഗർഭത്തില് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാ അതിനൊക്കെ പുറത്തെടുക്കുക. ഇനി കുട്ടി അഥവാ വിലങ്ങത്തിലാണ് കിടക്കണത് എങ്കില് പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാലോ. പ്രസവം എന്ന് പറഞ്ഞാൽ തന്നെ അത്രയ്യമായ വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഞാനിപ്പോ ഈ പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ സഹോദരി വന്നിട്ട് ഈ വീട്ടിലെ സമ്പത്തൊക്കെ എടുത്തുകൊണ്ട് പോയാലോ. ഇങ്ങനെ ഇത് മാത്രമല്ല, പിന്നെ സത്യം പറയുക, അതുപോലെ ശുദ്ധം പാലിക്കുക, വ്രതം അനുഷ്ഠിക്കുക, ഇതൊന്നും എനിക്ക് പറ്റിയ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അഥവാ ഇനിയിപ്പോ ഞാൻ ഇതൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് തന്നെ വയ്ക്കാം. അപ്പൊ അങ്ങനെ എന്താണ്, കുഞ്ഞിനെ നോക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടണം. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ വന്ധ്യകളായ സ്ത്രീകൾ തന്നെയാണ് ഭാഗ്യവതികള് എന്ന് എനിക്ക് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കരയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നത്, അവരാ പഴം കഴിച്ചില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഇവരുടെ അനുജത്തിയായി ഈ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഈ അനിയത്തിയോട് എന്ത് ചെയ്തു, ഉണ്ടായ സംഭവങ്ങളൊക്കെ മുമ്പില് പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാനിനി ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഞാനിനി ചെയ്യേണ്ടത്, ഇതിനൊരു ഉപായം പറഞ്ഞു തരൂ എന്ന് അനിയത്തിയോട് ചോദിച്ചപ്പോ അനിയത്തി പറഞ്ഞു, ഏട്ടത്തി വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. അപ്പൊ ഞാനിപ്പോ ഗർഭിണിയാണ്. അപ്പൊ ഞാൻ പ്രസവിക്കുന്ന കുട്ടിയെ ഞാൻ എന്ത് ചെയ്യാം, ഏട്ടത്തിക്ക് തരാം. ഏട്ടത്തി ഇപ്പൊ ഗർഭിണിയായിട്ട് അഭിനയിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ആരും കാണാതെ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രസവിക്കുന്ന കുട്ടിയെ ആരും കാണാതെ ഏട്ടത്തിക്ക് കൊണ്ടുതരും. എന്നിട്ട് ഏട്ടത്തി എന്ത് ചെയ്യണം, ഗർഭിണിയായിട്ട് അഭിനയിച്ചുകൊണ്ട് ആരും കാണാതെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോ ഞാൻ പ്രസവിച്ചിട്ടുണ്ടാവുന്ന കുഞ്ഞിനെ ഏട്ടത്തിക്ക് കൊണ്ടുതരണമെങ്കിൽ അതിനിപ്പന്റെ ഭർത്താവും കൂടി സമ്മതിക്കണല്ലോ. അപ്പൊ അദ്ദേഹത്തെ അതിനെ സമ്മതിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് കുറച്ച് പണം കൊടുത്താൽ മതി. പണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനും സമ്മതിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോ എന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ഞാൻ പറയാം. ആൾക്കാരൊക്കെ ചോദിക്കല്ലോ, കുട്ടി എവിടെയെന്ന് ചോദിക്കില്ലേ. അപ്പൊ ഞാൻ പറയാം, എന്റെ കുട്ടി 6 മാസം വരെ എന്ത് ജീവിക്കുള്ളൂ, അതിനായിട്ട് അത് മരിച്ചുപോയി എന്ന് ഞാൻ പറയാം. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ജ്യേഷ്ഠത്തിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ പരിപാലിച്ചു കൊള്ളാം. കാരണം ജ്യേഷ്ഠത്തി ഗർഭിണിയല്ലല്ലോ. അപ്പൊ ജ്യേഷ്ഠത്തി പ്രസവിച്ചുണ്ടാവുന്ന കുഞ്ഞിന് പാല് കൊടുക്കാനൊന്നും ജ്യേഷ്ഠത്തിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആ കുഞ്ഞിനെ യഥാർത്ഥത്തിൽ പ്രസവിക്കുന്നത് കാരണം എനിക്ക് ആ കുഞ്ഞിന് പാല് കൊടുക്കാനും സാധിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനിയത്തി പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യൂ, ഈ ഉണ്ടല്ലോ ഈ സന്യാസി വര്യം തന്ന ഈ പഴം ഉണ്ടല്ലോ, അതല്ല ചേട്ടത്തി ഒരു പശുവിനൊന്ന് കൊടുത്തു നോക്കൂ. നമ്മള് വളർത്തുന്ന ഈ പശുവില്ലേ, അതിന് കൊടുത്തു നോക്കൂ. അദ്ദേഹം പറഞ്ഞ അതിന് ഫലം ഉണ്ടോന്നൊന്നും നമുക്ക് അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് മുമ്പിൽ എന്ത് ചെയ്തു, ആ പഴം പശുവിന് തിന്നാൻ കൊടുത്തു. അങ്ങനെ കാലം കഴിഞ്ഞ സമയമായപ്പോൾ അനുജത്തി പ്രസവിച്ചു. അങ്ങനെ ദുന്ദുലിയാണെങ്കിൽ ഗർഭിണിയായിട്ട് അഭിനയിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ദുന്ദുലി പ്രസവിക്കേണ്ട സമയമായപ്പോൾ അനിയത്തി കുട്ടിയെ കൊണ്ടുവന്നിട്ട് ദുന്ദുലിയുടെ വീട്ടിൽ കൊടുത്തു. അങ്ങനെ ദുന്ദുലി തന്റെ ഭർത്താവായ ആത്മദേവനോട് പറയുകയാണ്, ഞാൻ സുഖമായിട്ട് പ്രസവിച്ചു, എനിക്ക് പ്രസവ വേദനയും അതുപോലെ മറ്റു വിഷമങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല. ഭയങ്കര അത് കാരണം ദിവ്യഗർഭല്ലേ, അതുകൊണ്ടായിരിക്കും പ്രസവവേദനയൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആത്മദേവന് സന്തതി ഉണ്ടായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നാട്ടുകാരൊക്കെ വളരെയധികം സന്തോഷിച്ചു. കാരണം അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നല്ലോ, ദാനധർമാദികളൊക്കെ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാതെ വിഷമിക്കല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആത്മദേവൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ തന്റെ പുത്രന്റെ ജാതകർമ്മങ്ങളൊക്കെ നടത്തി. ബ്രാഹ്മണർക്കൊക്കെ ധാരാളം പണവും പശുക്കളെയും ഒക്കെ ദാനമായിട്ട് നൽകി. അങ്ങനെ പുത്രന്റെ ജനനം അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കി. അദ്ദേഹം വളരെ ആഘോഷപൂർവ്വം ആ ജാതകർമ്മങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ ദുന്ദുലി എന്ത് ചെയ്തു, തന്റെ മുലയിലെ പാലില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്റെ അനുജത്തിയെ വിളിച്ചു വരുത്തണം. കാരണം അനുജത്തിയുടെ കുഞ്ഞ് മരിച്ചു പോയതാണല്ലോ. അപ്പൊ നമ്മുടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ ആ അനിയത്തി ഇവിടെ വിളിച്ചു നിർത്താമെന്ന് ഭർത്താവിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും അങ്ങനെ അനിയത്തി ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ
ആത്മദേവൻ അദ്ദേഹത്തിന്റെ ആ കുഞ്ഞിന് ദുന്ദുകാരി എന്നാണ് പേരിട്ടത്. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ 3 മാസം കഴിഞ്ഞു. ദുന്ദുകാരി ഒക്കെ ഉണ്ടായി 3 മാസം കഴിഞ്ഞപ്പോൾ ആ പഴം തിന്ന പശു ഉണ്ടല്ലോ, ആ പശു ഒരു കുഞ്ഞിന് ജന്മം നൽകി. അത് ഒരു മനുഷ്യക്കുഞ്ഞ് തന്നെയായിരുന്നു. പശു മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകി. ഇങ്ങനെ പശു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചത് കണ്ട് ആത്മദേവന് ഭയങ്കര അത്ഭുതമായി. അപ്പൊ അത് മനുഷ്യക്കുഞ്ഞായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ കുഞ്ഞിന്റെയും ജാതകർമ്മങ്ങളൊക്കെ വേണ്ട പോലെയൊക്കെ നടത്തി. അങ്ങനെ ഈ ആത്മദേവന് വേറൊരു കുഞ്ഞും കൂടി, പശുവിനാണെങ്കിലും വേറൊരു കുഞ്ഞും കൂടി ഒക്കെ ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവരിങ്ങനെ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി എല്ലാവരും വരികയൊക്കെ ചെയ്തു. എന്നിട്ട് അവര് പറയാണ് ആത്മദേവൻ ഭയങ്കര ഭാഗ്യം തന്നെയാണ്, എന്താണെങ്കിലും ഇതേവരെ കുട്ടികളില്ലാതെ ഇരുന്നിട്ട് ഇപ്പൊ 2 കുട്ടീനെ കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഈ പശു പ്രസവിച്ച കുഞ്ഞിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത്? അത് ശരീരമൊക്കെ മനുഷ്യൻ്റെതാണെങ്കിലും അതിന്റെ ചെവി ഗോവിനെ പോലെയുള്ള ചെവിയായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആത്മദേവൻ അദ്ദേഹത്തിന് ആ കുഞ്ഞിന് ഗോകർണൻ എന്ന പേര് നൽകി. അങ്ങനെ ഈ ആത്മദേവന്റെ പുത്രനായ ഗോകർണനെ നല്ല പണ്ഡിതനും സൽസ്വഭാവവും ഒക്കെ ആയിട്ടാണ് വളർന്നു വന്നത്. എന്നാലോ ദുന്ദുകാരിയാണെങ്കിൽ വളരെ വിപരീത സ്വഭാവം. അവൻ എന്താണ്? ഭയങ്കര ദുർവാശിക്കാരൻ, മൂഢൻ, അതുപോലെ സ്നാനം, ശൗര്യം, ഇങ്ങനെയുള്ള ബ്രാഹ്മണാദി കർമ്മങ്ങള് ഇതിലൊന്നും തീരെ ശ്രദ്ധയില്ലാത്ത ആളായിരുന്നു ഈ ദുന്ദുകാരി. എപ്പോഴും ദുഷിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനായിരുന്നു ദുന്ദുരിക്ക് താല്പര്യം. നല്ല ഉപദേശങ്ങള് നൽകുന്നവരോടൊക്കെ ദേഷ്യാണ്. അങ്ങനെ വേണ്ടാത്തതെല്ലാം കരുതാത്തതെല്ലാം അങ്ങനെ ശേഖരിച്ചു വയ്ക്കും. എന്നിട്ട് ശവം തൊട്ടാലും കൂടി ഒന്ന് കൈ കഴുകില്ല, അങ്ങനെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ തക്കം കിട്ടിയാലാണെങ്കിലോ മോഷണവും നടത്തും. അങ്ങനെ ഈ ആർക്കും എന്ത് ചെയ്തു? ഈ ദുന്ദുകാരിയെ ഇഷ്ടമല്ല. അങ്ങനെ ഈ ദുന്ദുകാരി എന്തെന്നറിയോ? ചില സമയത്ത് മറ്റുള്ളവരുടെ വീടൊക്കെ പോയി തീ വെച്ച് നശിപ്പിക്കും. അതുപോലെ മറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ എടുത്തിട്ട് കളിപ്പിക്കാനാണെന്നും പറഞ്ഞിട്ട് കുട്ടികളെ എടുത്തുകൊണ്ട് പോയി കിണറ്റിലിട്ട് കൊല്ലും. ഇങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികളാണ് ചെയ്യുക. അതുപോലെ ഏത് സമയത്തും ആയുധങ്ങളുമായിട്ടാണ് നടക്കുക. അന്ധന്മാരെ, ദരിദ്രന്മാരെ ഇവരെയൊക്കെ എപ്പോഴും ഉപദ്രവിക്കും. അപ്പോ വേശ്യകളുമായിട്ടാണ് ഈ ദുന്ദുകാരിയുടെ ഏത് നേരമുള്ള സമ്പർക്കം. ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? അച്ഛനമ്മമാരെ പോലും ദേഹോപദ്രവം ഏൽപ്പിച്ചു. ആത്മദേവനെ അല്പമ്മയായ ദുന്ദുരിയെ പോലും ദേഹോപദ്രവമൊക്കെ ഏൽപ്പിച്ചു. കാരണം എപ്പോഴും പണമൊക്കെ വേണം. അപ്പൊ പണം ചോദിക്കുമ്പോ അതൊന്നും ഇങ്ങനെ എപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെയൊക്കെ ഉപദ്രവിക്കും. ഇങ്ങനെ തന്റെ ഈ ദുഷ്ടപുത്രനായ ദുന്ദുരിയുടെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ആത്മദേവന് അത്യധികം ദുഃഖമുണ്ടായി. അദ്ദേഹം പറയാണ്, ദുഷിച്ച പുത്രന്മാരുണ്ടാവുന്നതിന് നല്ലത് സന്താനങ്ങള് ഇല്ലാതെ ഇരിക്കുന്നത് തന്നെയാണ്. ഞാനിപ്പോ എവിടെയാ നിൽക്കുക? എങ്ങോട്ടാണ് പോവുക? എന്റെ ജീവിതം തന്നെ ഭയങ്കര കഷ്ടമായി. ഞാനിപ്പോ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദം എന്റെ ജീവൻ കളയുന്നത് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ആദ്യം എന്താണ്? സന്യാസിയെ കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്താണ്? പുത്രനും ഉണ്ടാവാത്തത് കാരണം ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യം എന്താണ്? എനിക്ക് മരിക്കേ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്, പുത്രൻ ഇല്ലാതെ ദുഃഖിച്ച സമയത്ത്. പക്ഷെ ഇപ്പോഴോ പുത്രൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ പുത്രൻ ഒരു പുത്രൻ, അതായത് ദുഷ്ടനായത് കാരണം അദ്ദേഹം പറയാണ് പുത്രൻ ഉണ്ടാവാതിരിക്കുന്നതായിരുന്നു എനിക്ക് നല്ലത്. ഇനി ഞാനിങ്ങനെ എന്താണ് ഇപ്പൊ ചെയ്യാമോ? പുറത്തിങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഗോകർണൻ വന്നിട്ട് ഈ ആത്മദേവനെ ആശ്വസിപ്പിക്കുകയാണ്. പറയുകയാണ്, ഈ ഭൗതിക ജീവിതം വളരെ തുച്ഛമാണ്. അതായത് മോഹവും ദുഃഖത്തെ മാത്രമാണ് നമുക്ക് തരുന്നത്. ഇതുകൊണ്ട് എപ്പോഴും കൂടുതലും നമുക്ക് ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പലതിനോടുള്ള മോഹം ആർത്തി ഉണ്ടാവും. അപ്പോ എന്റെ പുത്രൻ അല്ലെങ്കിൽ എന്റെ ധനം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ആ അഗ്നിയിൽ ആർത്തി പിടിച്ച് ആ അഗ്നിയിൽ ദഹിച്ച് നമ്മൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും. അപ്പോ ഇന്ദ്രനും ചക്രവർത്തിക്കും പോലും ഒരിക്കലും സുഖം കിട്ടാറില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നാല് വിരക്തനും അതുപോലെ ഏകാന്തനും ഒക്കെ ആയിട്ട് വസിക്കുന്ന മുനിമാർക്ക് എത്ര ഭാഗ്യവാന്മാരാണ്. അവർക്ക് എന്താണ് സന്തോഷം, യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് ഈ മുനിമാർക്കാണ്. കാരണം അവർക്ക് മറ്റു ചിന്തകളൊന്നും ഇല്ലല്ലോ.
തന്റെ മക്കളെന്നോ ധനെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാനിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ആ മുനിമാരാണ് ഏറ്റവും സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നവര്. അതുകൊണ്ട് പിതാവ് എന്ത് ചെയ്യണം, ഈ വീടൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് വനത്തിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കൂ എന്ന് ഗോകർണൻ പിതാവിനോട് പറയാണ്. അങ്ങനെ പുത്രന്റെ വാക്ക് സ്വീകരിച്ച് ആത്മദേവൻ എന്ത് ചെയ്തു, വനത്തിലേക്ക് പോകാൻ ഒരുങ്ങി. എന്നിട്ട് വനത്തിൽ ചെന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തന്റെ പുത്രനോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഈ അജ്ഞാനമാകുന്ന കിണറിൽ പതിച്ചു കിടക്കല്ലേ, അപ്പൊ എന്ത് ചെയ്യണം, എന്റെ കർമ്മഫലം തന്നെയാണ് എന്റെ ഈ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ആത്മദേവന് സ്വയം മനസ്സിലായി. അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി വനത്തിൽ ചെന്നിട്ട് എന്ന് ഗോകർണനോട് ചോദിച്ച സമയത്ത് ഗോകർണൻ പറഞ്ഞു, ആദ്യമായിട്ട് അങ്ങ് എന്ത് ചെയ്യണം, വനത്തിൽ ചെന്നിട്ട് ഈ അസ്ഥി മാംസം രക്തം മുതലായവയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഈ ദേഹത്തിലുള്ള മമത ഉപേക്ഷിക്കുക. നമുക്ക് ഈ ദേഹത്തിൽ മമത ഉണ്ടാവുമ്പോഴാണല്ലോ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ദേഹത്തിലുള്ള മമത ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എന്റെ ഭാര്യ മക്കള് മുതലായവയും എന്റേത് എന്നുള്ള ഈ വിചാരം മമത ചിന്തയൊക്കെ അങ്ങ് ഒഴിവാക്കണം. ഈ ലോകം ഓരോ നിമിഷവും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വൈരാഗ്യത്തില് അങ്ങ് തൽപരനാകൂ. അങ്ങനെ ഭഗവാനുള്ള ഭക്തിയിൽ മുഴുകി ലൗകിക കർമ്മങ്ങളെ വെടിഞ്ഞ് മോക്ഷധർമ്മത്തെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് സജ്ജനങ്ങളെ സേവിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുക, ഭഗവത് സേവ ചെയ്യുക, നല്ല ഭഗവത് കഥാശ്രവണം നടത്തുക. ഇങ്ങനെ എപ്പോഴും സ്വധർമ്മം വിടാതെ സൂക്ഷിക്കുകയും പരധർമ്മത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്തു, ആത്മദേവൻ തന്റെ പുത്രനായ ഗോകർണന്റെ ഈ വിവേകപൂർണമായ ഉപദേശം സ്വീകരിക്കുകയും ചിത്തസ്ഥിരത കൈവന്ന അദ്ദേഹം വനത്തിൽ പോയിട്ട് ഭഗവത് സേവയിൽ മുഴുകി ജീവിതം കഴിക്കുകയും ചെയ്തു. അങ്ങനെ നിത്യവും അദ്ദേഹം എന്ത് ചെയ്യും, ഭാഗവതത്തിലെ ദശമസ്കന്ധം പാരായണം ചെയ്ത് അദ്ദേഹം ശ്രീകൃഷ്ണ സായുജ്യം പ്രാപിച്ചു എന്നാണ് ഈ ഈ ഭാഗവത മഹാത്മ്യത്തിന്റെ 4-ാം അധ്യായത്തോട് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതോടുകൂടി ഈ അധ്യായത്തിന്റെ സാരാംശങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അതൊക്കെ സജ്ജനങ്ങളായ നിങ്ങൾ ക്ഷമിക്കുക. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്, നമുക്ക് നമ്മുടെ തലയിലെഴുത്തിനനുസരിച്ച് മാത്രം നമ്മൾ ജീവിക്കുക. നമുക്ക് യോഗമില്ലാത്തത് കിട്ടണം എന്ന് വാശി പിടിച്ച് നമ്മൾ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഒരുപാട് ദുഃഖങ്ങൾ മാത്രമേ അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ശ്രീ ഗുരുഭ്യോ നമഃ. കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പം ദേവന്റെ കഥയോട് കൂടിയിട്ടുള്ള 4-ാമത്തെ അധ്യായം വേണ്ട പോലെ സമയം കഷ്ടിയായിരുന്നു സംശയം. എന്തായാലും വളരെയധികം സന്തോഷം. അമ്മയുടെ പാദങ്ങളിൽ അധ്യായത്തിലേക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സീത ടീച്ചർ പാരായണം ചെയ്യാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ പഞ്ചമോധ്യായഃ. സൂത ഉവാച. പിതരുപരദേ തേന ജനനീ താഡിതാ